വെൽക്കം ടു എവ്രിഡേ ഇംഗ്ലീഷ് വിത്ത് സോണിയ. സ്പോക്കൺ ഇംഗ്ലീഷ് മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി നമ്മൾ 30 ദിവസത്തേക്കുള്ള ഒരു സീരീസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. അതിൽ ഇന്ന് നമ്മൾ 9ാമത്തെ സീനിലെത്തി കേട്ടോ. ഇതുവരെ ചെയ്ത എല്ലാ സീനിലും നമുക്ക് ഏറ്റവും ആവശ്യം വരുന്ന ചില സിറ്റുവേഷൻസ്, ചില സന്ദർഭങ്ങളാണ് ഞാൻ ഉൾപ്പെടുത്തിയേക്കുന്നത്. അപ്പോൾ ഇന്ന് എന്ത് വേണം എന്ന് ആലോചിച്ചപ്പോൾ ഞാനൊരു കാര്യം ഓർത്തു. ഈ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോൻ്റെ കമൻറ്റ് സെക്ഷനിൽ ഒരാളിൻ്റെ അടുത്ത് ചോദിച്ചു, ദോശമാവിന് എന്താ ഇംഗ്ലീഷിൽ പറയാമെന്ന്. അപ്പോൾ ഞാനതിന് റിപ്ലൈ ചെയ്തു. അപ്പോഴാണ് ഞാൻ ഓർത്തത്, നമ്മൾ എന്നും ഉപയോഗിക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിൽ പറയണമെന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വന്നേക്കാം. അങ്ങനെയാണ് ഞാൻ തീരുമാനിച്ചത് ഇന്നത്തെ സീനിൽ നമ്മൾ അടുക്കളയിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ ഉൾപ്പെടുത്താമെന്ന്. അപ്പോൾ ഇന്ന് വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമെങ്കിൽ എനിക്ക് വളരെ സന്തോഷം. ഇനി അറിയാത്തത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്ന് എഴുതി വെച്ച് ഇടയ്ക്കൊക്കെ പറഞ്ഞൊന്ന് പ്രാക്ടീസ് ചെയ്യണേ. അപ്പോൾ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ആ വാക്കുകൾ ഉപയോഗിക്കാൻ പറ്റും. ആദ്യം നമുക്ക് അടുക്കളയിൽ നമ്മൾ ചെയ്യുന്ന നിസ്സാരമെന്ന് തോന്നുന്ന ചില കാര്യങ്ങളില്ലേ, അതൊക്കെ എങ്ങനെ ഇംഗ്ലീഷിൽ പറയുന്നതെന്ന് നോക്കാം. പച്ചക്കറികൾ വെച്ചിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യുന്നത് അതിൻ്റെ തൊലി കളയുകയാണല്ലേ. അപ്പോൾ അതെങ്ങനെ പറയും? ഇപ്പോൾ ഉരുളക്കിഴങ്ങ് അല്ലെങ്കിൽ സവാള, ഇതിൻ്റെയൊക്കെ തൊലി കളയുന്നതിന് എന്താ നമ്മൾ പറയുക? പീൽ ദ വെജിറ്റബിൾസ് എന്നാണ്. പീൽ ദി അണിയൻസ്, പീൽ ദ പൊട്ടേറ്റോസ്. അപ്പോൾ പീൽ എന്ന് പറഞ്ഞാൽ തൊലി കളയുക എന്നാണ് കേട്ടോ അർത്ഥം. ഫ്രൂട്ട്സിൻ്റെ കാര്യത്തിൽ നമ്മൾ പീൽ എന്ന് തന്നെ പറയാം, പീൽ ദി ഓറഞ്ചസ്. പിന്നെ പച്ചക്കറി വെച്ച് എന്തെങ്കിലും പാകം ചെയ്യണമെങ്കിൽ അത് നമ്മൾ നുറുക്കിയേ പറ്റൂ അല്ലേ. അപ്പോൾ പച്ചക്കറി അരിയുക എന്നുള്ളതിന് പറയാവുന്ന ഏറ്റവും കോമൺ ആയിട്ടുള്ള വാക്ക് ചോപ്പ് എന്നാണ്. ചോപ്പ് ദ വെജിറ്റബിൾസ് എന്ന് വെച്ചാൽ പച്ചക്കറി അരിയുക. പക്ഷേ അരിയുന്നത് തന്നെ നമുക്ക് പല തരത്തിൽ അരിയാം. അപ്പോൾ അതെന്തൊക്കെയാണെന്നൊന്ന് പെട്ടെന്നൊന്ന് നോക്കാം. അപ്പോൾ എന്തെങ്കിലും ഒരു പച്ചക്കറി അല്ലെങ്കിൽ ഒരു ഫ്രൂട്ട് മുറിക്കുക എന്ന് പറയണമെങ്കിൽ എന്താ ഉപയോഗിക്കുന്ന വാക്ക്? കട്ട് എന്നാണ് കേട്ടോ. അതായത് വലിയ കഷ്ണങ്ങളായിട്ടൊക്കെ മുറിക്കുന്നതിനാണ് കട്ട് ദ വെജിറ്റബിൾസ് അല്ലെങ്കിൽ കട്ട് ദി ആപ്പിൾസ് എന്നൊക്കെ പറയുന്നത്. നേരെ മറിച്ച് പച്ചക്കറികൾ നേരിയതായിട്ട് അരിയുന്നതിന് എന്ത് പറയും? ആ വാക്കറിയായിരിക്കും അല്ലേ. സ്ലൈസ് എന്നാണ് പറയുക. സ്ലൈസ് ദി അണിയൻസ്. അപ്പോൾ അവിടെ ഒരു കാര്യം കേട്ടോ, നമ്മൾ സവാളയ്ക്ക് എന്താ പറയേണ്ടത്? അണിയൻസ് എന്നാണ് കേട്ടോ. അണിയൻ. അത് പലരും ഒണിയൻ എന്നാണ് പറയുക, കാരണം ഓ വെച്ചല്ലേ വാക്ക് തുടങ്ങുന്നത്. പക്ഷേ ഒണിയൻ അല്ല, അണിയൻ എന്നാണ് കേട്ടോ പറയേണ്ടത്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നമ്മളിങ്ങനെ പറഞ്ഞ് ശീലിച്ചു പോയ വാക്കുകൾ തിരുത്താൻ നമുക്ക് കുറച്ച് സങ്കോചം തോന്നും, പക്ഷെ സമയമെടുത്ത് അത് മാറിക്കോളും. ഇനി പച്ചക്കറികൾ ചതുരത്തിൽ നുറുക്കുക എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ചതുരത്തിൽ നുറുക്കുക അതിന് പറയാവുന്നത് ഡൈസ് ഇൻ ടു ക്യൂബ്സ് എന്നാണ്. ക്യൂബ് എന്ന് വെച്ചാൽ ചതുരം, ആ ഷേപ്പിൽ. അപ്പോൾ ഡൈസ് ദ വെജിറ്റബിൾസ് ഇൻ ടു ക്യൂബ്സ് എന്ന് പറയാം. പലപ്പോഴും നമ്മൾ സാലഡൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ക്യാരറ്റ് ചീവി എടുക്കും അല്ലേ. അതിനെന്താ പറയുക? ഗ്രേറ്റ് ചെയ്യുക എന്നാണേ. അപ്പോൾ ഗ്രേറ്റ് ദ ക്യാരറ്റ്സ്. അപ്പോൾ നമ്മൾ ഗ്രേറ്റ് ചെയ്താൽ വളരെ പൊടിയായിട്ടായിരിക്കും ഇരിക്കുക അല്ലേ. കുറച്ചുകൂടി വലുതായിട്ടാണ് ഗ്രേറ്റ് ചെയ്യുന്നതെങ്കിൽ അത് നമുക്ക് ഷ്രെഡ് ചെയ്തതെന്ന് പറയാം. അപ്പോൾ ഷ്രെഡ് ദ ക്യാരറ്റ്സ് എന്ന് പറയാം. അപ്പോൾ വ്യത്യാസം എന്ന് വെച്ചാൽ ഷ്രെഡ് ചെയ്ത ക്യാരറ്റ്സ് ഗ്രേറ്റ് ചെയ്ത ക്യാരറ്റ്സിനേക്കാളും കുറച്ചുകൂടെ വലിപ്പം കൂടുതലുണ്ടാവും. പല കറികളും വയ്ക്കുമ്പോൾ നമ്മൾ ഒരേ തരം കാര്യങ്ങൾ ചെയ്യാറുണ്ട്. പക്ഷേ നമ്മൾ ആദ്യം കറി വെച്ച് തുടങ്ങുമ്പോൾ സവാളയൊക്കെ ഒന്ന് വഴറ്റുമല്ലോ. അതിനെന്താ പറയുക? വഴറ്റുക എന്നുള്ളതിന് അതിന് പറയുന്നത് സോട്ടേ എന്നാണ് കേട്ടോ. സോട്ടേ. അതൊരു ഫ്രഞ്ച് വേർഡ് ആയതുകൊണ്ട് നമ്മൾ എഴുതുന്ന പോലെ സോട്ട് എന്നല്ല പറയുക, സോട്ടേ. ഇതുപോലെ കുക്കിംഗ് ഒക്കെ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്നവരാണെങ്കിലും അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ആയിരിക്കും കുക്ക് ചെയ്ത് കഴിഞ്ഞൊരു സാധനം സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ വെച്ച് അലങ്കരിക്കുന്നത് അല്ലേ. അങ്ങനെ അലങ്കരിക്കുന്നതിന് പറയുന്ന വാക്ക് എന്താണ്? ഗാർണിഷ് എന്നാണ് കേട്ടോ. ഗാർണിഷ് എന്ന് വെച്ചാൽ ആ സെർവ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലുമൊക്കെ വെച്ച് അലങ്കരിക്കുക. ഇപ്പോൾ ഞാനിവിടെ കാണിക്കുന്ന പിക്ചറിൽ നമുക്ക് കാണാം അല്ലേ, ഉരുളക്കിഴങ്ങ് കൊണ്ടുണ്ടാക്കിയ വിഭവമാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ മല്ലിയില വെച്ചിട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ നമ്മൾ പറയില്ലേ, ഒരു നുള്ളു ഉപ്പ് ഒന്ന് തൂവിക്കോളൂ അല്ലെങ്കിൽ ഒന്ന് വെതറിക്കോളൂ. അതിനെങ്ങനെ പറയും? സ്പ്രിങ്കിൾ എ പിഞ്ച് ഓഫ് സോൾട്ട്. സ്പ്രിങ്കിൾ എ പിഞ്ച് ഓഫ് സോൾട്ട്. പിഞ്ച് ഓഫ് സോൾട്ട് എന്ന് വെച്ചാൽ ഒരു നുള്ളുപ്പ്. സ്പ്രിങ്കിൾ എന്നാണ് തൂവുക എന്നുള്ളതിന് പറയുന്ന വാക്ക്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയത് ദോശമാവിനെ പറ്റിയാണല്ലേ. അപ്പോൾ ദോശമാവിൻ്റെ വാക്ക് എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ അതിനു മുമ്പ് ഈ ദോശയിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അവിടെ പല വാക്കുകളും നമുക്ക് പരിചയപ്പെടാൻ പറ്റും. അപ്പോൾ ദോശ ഉണ്ടാകുന്നത് നമ്മുടെ എളുപ്പത്തിൽ ഉണ്ടാവുക അല്ലല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യുന്നത് അരി അല്ലെങ്കിൽ ഉഴുന്നൊക്കെ കഴുകിയെടുക്കുക എന്നാണല്ലേ. അപ്പോൾ കഴുകുക എന്നുള്ളതിന് നമുക്ക് വെറുതെ വാഷ് എന്ന് പറയാം, പക്ഷെ അതിലും കുറച്ചുകൂടെ നല്ല വാക്ക് റിൻസ് എന്ന് പറയുന്നതാണ്. റിൻസ് എന്ന് വെച്ചാൽ കഴുകി വൃത്തിയാക്കുക. അപ്പോൾ നമുക്ക് പറയാം അരിയും ഉഴുന്നും നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. അപ്പോൾ ഈ ഉഴുന്നിന് എന്താ പറയുക? അരിക്ക് റൈസ് ആണെന്ന് അറിയാമായിരിക്കുമല്ലോ അല്ലേ. ഉഴുന്നിന് ഇംഗ്ലീഷിൽ പറയുന്ന വാക്ക് ബ്ലാക്ക് ഗ്രാം എന്നാണ്. ഉഴുന്ന് നമ്മൾ കാണുമ്പോൾ അതിൽ ബ്ലാക്ക് ഒന്നും ഇല്ല, കാരണം അതിൻ്റെ തോട് കളഞ്ഞിട്ടാണല്ലോ നമുക്ക് കിട്ടുന്നത്. പക്ഷേ അതിന് ഇംഗ്ലീഷിലുള്ള വാക്ക് ബ്ലാക്ക് ഗ്രാം. അപ്പോൾ റിൻസ് ദ റൈസ് ആൻഡ് ബ്ലാക്ക് ഗ്രാം. അരി ഉഴുന്നും കഴുകുക. എന്നിട്ടോ അത് ആവശ്യത്തിന് വെള്ളത്തിൽ കുതിർത്തി വയ്ക്കുക. അപ്പോൾ അതെങ്ങനെ പറയും?
സോക്ക് ഇറ്റ് ഇൻ ഇനഫ് വാട്ടർ. ആവശ്യത്തിന് വെള്ളം, അതിനാണ് ഇനഫ് വാട്ടർ എന്ന് പറയുന്നത്. അതിൽ കുതിർത്തുക എന്നുള്ളതിനാണ് സോക്ക് എന്ന് പറയുന്നത്. അങ്ങനെ കുതിർന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മളത് അരയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ആ വെള്ളം ഊറ്റിക്കളയില്ലേ, അതിനെന്ത് പറയും? ഊറ്റിക്കളയുക എന്നുള്ളതിന് ഡ്രെയിൻ എന്ന് പറഞ്ഞാൽ മതി. അപ്പോൾ നമുക്ക് പറയേണ്ടത് അരയ്ക്കുന്നതിന് മുന്നേ ഈ അരിയിലും ഉഴുന്നിലുള്ള വെള്ളം നന്നായിട്ട് ഊറ്റിക്കളയുക. അപ്പോൾ അതെങ്ങനെ പറയും? ഡ്രെയിൻ ദ റൈസ് ആൻഡ് ഗ്രാം thoroughly ബിഫോർ ഗ്രൈൻഡിങ്. ഡ്രെയിൻ ദ റൈസ് ആൻഡ് ഗ്രാം thoroughly ബിഫോർ ഗ്രൈൻഡിങ്. പിന്നെ നമുക്ക് അരി ഉഴുന്നും അരയ്ക്കണം അല്ലേ? അപ്പോൾ അരയ്ക്കുക എന്നുള്ളതിന് എന്താ പറയുക? ഗ്രൈൻഡ് എന്നാണ് കേട്ടോ വാക്ക്. അരയ്ക്കുക, ഗ്രൈൻഡ്. അത് അരച്ചു എന്ന് പറയാനാണെങ്കിലോ ഗ്രൗണ്ട് എന്ന് പറയണം. അപ്പോൾ പാസ്റ്റ് ടെൻസ് ഗ്രൗണ്ടാണ്. അപ്പോൾ നമുക്കൊരു സംശയം തോന്നും, ഒരു മൈതാനത്തിന് നമ്മൾ ഗ്രൗണ്ട് എന്ന് തന്നെയല്ലേ പറയുക? അതെ, ഇംഗ്ലീഷിൽ അങ്ങനെ ചില വാക്കുകളുണ്ട്. ഒരു വാക്കായിരിക്കും, പക്ഷേ അതിന് പല അർത്ഥങ്ങൾ കാണും. പിന്നെ ഒരു കാര്യം കൂടെ, നമ്മൾ വെള്ളം ചേർത്തരയ്ക്കുന്നതിനും ഗ്രൈൻഡ് എന്ന് പറയാം, പൊടിക്കുന്നതിനും ഗ്രൈൻഡ് എന്ന് തന്നെ പറയാം കേട്ടോ. രണ്ടും ഗ്രൈൻഡാണേ. അപ്പോൾ ഇവിടെ നമ്മൾ അരി ഉഴുന്നും വേറെ വേറെ എടുത്ത് ഗ്രൈൻഡറിൽ അരയ്ക്കാൻ പോവുകയാണേ. അപ്പോൾ നമ്മളെങ്ങനെ പറയും? ഗ്രൈൻഡ് ദ റൈസ് ആൻഡ് ബ്ലാക്ക് ഗ്രാം സെപ്പറേറ്റ്ലി ഇൻ എ ഗ്രൈൻഡർ. കണ്ടോ, വെവ്വേറെ, അതിനാണ് സെപ്പറേറ്റ്ലി എന്ന് പറഞ്ഞത്. ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഇഡ്ഡലിയുടെയോ അല്ലെങ്കിൽ ദോശയുടെയോ മാവാണ് കിട്ടിയത് അല്ലേ? ആ മാവിന് നമ്മൾ പറയുന്ന പേരാണ് ബാറ്റർ. അപ്പോൾ നമുക്ക് ഇഡ്ഡലി ബാറ്റർ എന്ന് പറയാം. അപ്പോൾ അത് ഇഡ്ഡലി മാവ്. ദോശമാവിനോ ദോശ ബാറ്റർ എന്ന് പറയാം. അപ്പോൾ വെള്ളം ചേർത്ത് എന്തെങ്കിലും അരച്ചിട്ട് നമുക്ക് കിട്ടുന്ന ഏത് മാവിനെയും നമുക്ക് ബാറ്റർ എന്ന് പറയാം കേട്ടോ. അപ്പോൾ ഓരോ മാവും ഓരോ തരത്തിലാണല്ലേ. ചിലത് തിക്കായിരിക്കും, ചിലത് കുറച്ചുകൂടി ലൂസായിരിക്കും. അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ പറയാൻ നോക്കാം. എനിക്ക് പറയേണ്ടത്, മാവ് അധികം കട്ടിയാകാൻ പാടില്ല, അതേസമയം ഭയങ്കര ലൂസും ആവരുത്. അപ്പോൾ അതെങ്ങനെയാണ് പറയുക? ദ ബാറ്റർ ഷുഡൻറ്റ് ബി ടു തിക്ക് ഓർ ടു റണ്ണി. അധികം തിക്കാവരുത്, ഇറ്റ് ഷുഡൻറ്റ് ബി ടു തിക്ക്. അധികം ലൂസും ആവരുത്, അധികം വെള്ളം ചേർക്കരുത്. അതിനാണ് ഞാൻ ഇറ്റ് ഷുഡൻറ്റ് ബി ടു റണ്ണി എന്ന് പറയുന്നത്. അതായത് അത്ര അങ്ങ് ഒഴുകുന്ന പരുവത്തിലാവരുതെന്ന്. അപ്പോൾ ഇങ്ങനെയുള്ള ഈ മാവിൻ്റെയൊക്കെ പരുവം എന്ന് നമ്മൾ പറയില്ലേ, എത്ര തിക്കായിരിക്കണം എന്നുള്ളത്, അതിന് നമ്മൾ പറയുന്ന വാക്കാണ് കൺസിസ്റ്റൻസി. അതായത് എത്ര തിക്കാണ് അല്ലെങ്കിൽ എത്ര ലൂസാണെന്നൊക്കെ പറയാം. അപ്പോൾ എനിക്കിവിടെ പറയേണ്ടത്, അത് അധികം കട്ടി പാടില്ല, അധികം അങ്ങ് ലൂസും ആവരുത്, ഒരുവിധം ഒന്ന് ഒഴുകുന്ന ഒരു പരുവത്തിലായിരിക്കണം. അപ്പോൾ അതിന് ഞാൻ പറയുക, ഇറ്റ് ഷുഡ് ബി ഓഫ് എ ഫ്ലോവിങ് കൺസിസ്റ്റൻസി. നമ്മൾ സ്പൂണിലെടുത്ത് ഒഴിച്ചാൽ ആ ഒരു ഒഴുകുന്ന ഒരു പരുവത്തിലായിരിക്കണം, ഫ്ലോവിങ് കൺസിസ്റ്റൻസി. സാധാരണ നമ്മൾ ഇഡ്ഡലിയുടെ അല്ലെങ്കിൽ ദോശയുടെ മാവ് ആട്ടി കഴിഞ്ഞാൽ എന്താ ചെയ്യുക? അപ്പോൾ തന്നെ ഉണ്ടാക്കില്ലല്ലോ, അത് ഒരു രാത്രി മുഴുവൻ പൊങ്ങാൻ വേണ്ടി വെക്കും അല്ലേ? അപ്പോൾ അതിനെന്താ പറയുക? അതിന് പറയാം ലീവ് ഇറ്റ് ഓവർ നൈറ്റ് ഫോർ ഫെർമെൻറ്റിങ്. ഇങ്ങനെ മാവൊക്കെ പൊങ്ങുന്നതിന് നമ്മൾ പറയുന്ന പേരാണ് ഫെർമെൻറ്റ്. ലീവ് ഇറ്റ് ഓവർ നൈറ്റ്, രാത്രി മുഴുവൻ അതവിടെ വെച്ചേക്കുക. അപ്പോൾ ലീവ് ഇറ്റ് എന്ന് പറയുന്നതിന് പകരം കീപ്പ് ഇറ്റ് എന്ന് പറയാൻ വെക്കുക, പക്ഷേ അതിലും നല്ല വാക്ക് ലീവ് ഇറ്റ് ആണ് കേട്ടോ. അപ്പോൾ ലീവ് ഇറ്റ് ഓവർ നൈറ്റ് ഫോർ ഫെർമെൻറ്റിങ്. ഫെർമെൻറ്റ് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ അപ്പത്തിനൊക്കെ ആട്ടുകയാണെങ്കിൽ അത് ഈസ്റ്റ് ചേർത്ത് അത് പൊങ്ങാൻ വയ്ക്കില്ലേ? അപ്പോൾ അവിടെ ഇത് തന്നെയാണ്, ഫെർമെൻറ്റ് ചെയ്യാണ് ചെയ്യുന്നത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെയാണ് നമ്മളിനി ഇഡ്ഡലി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിനെന്താ ചെയ്യുക? ഈ മാവെടുത്ത് നമ്മൾ ഇഡ്ഡലി തട്ടിലേക്ക് ഒഴിക്കും. ഒഴിക്കുക എന്നുള്ളതിന് എന്ത് പറയും? പോർ. POUR, പോർ. ഇഡ്ഡലി തട്ട് എന്നുള്ളതിന് ഇഡ്ഡലി മോൾഡ് എന്നാണ് പറയുക. ആ ഇഡ്ഡലി ഉണ്ടാക്കുന്ന ആ ഒരു തട്ടുണ്ടല്ലോ, ഇഡ്ഡലി മോൾഡ്. നമ്മളതിന് മോൾഡ് എന്ന് വിളിക്കാൻ കാര്യം, ആ പാത്രത്തിലേക്ക് ഒഴിച്ചു കഴിയുമ്പോൾ ആ ഷേപ്പിലല്ലേ ഇഡ്ഡലിയായി വരുന്നത്. അപ്പോൾ ഇഡ്ഡലി മോൾഡിലേക്ക് ഈ ബാറ്റർ നമ്മളെടുത്ത് ഒഴിക്കും. അപ്പം അതിന് നമുക്ക് പറയാം pour it into the ഇഡ്ഡലി മോൾഡ്. pour it into the ഇഡ്ഡലി മോൾഡ്. എന്നിട്ട് നമ്മളത് 10 മിനിറ്റ് നേരം ആവി കയറ്റും. അതിനെന്ത് പറയും? സ്റ്റീം ഇറ്റ് ഫോർ 10 minutes. അപ്പോൾ ആവി എന്നുള്ളതിനും സ്റ്റീം എന്ന് പറയും. എന്തെങ്കിലും ഒരു സാധനം ആവി കൊള്ളിക്കുക, ആവി കയറ്റുക എന്നുള്ളതിനും സ്റ്റീം ഇറ്റ് എന്ന് തന്നെ പറയാം. ഇനി നമുക്ക് ദോശ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ അതിനാദ്യം നമ്മൾ ദോശക്കല്ല് അടുപ്പത്ത് വെച്ച് ചൂടാക്കും അല്ലേ? അപ്പോൾ ഈ ദോശക്കല്ലിന് എന്താ ഇംഗ്ലീഷിൽ പറയുക? ദോശ തവ എന്ന് പറഞ്ഞാൽ മതി. തവ ശരിക്കും ഒരു ഇംഗ്ലീഷ് വാക്കല്ലെങ്കിലും ഇപ്പോൾ അതൊരു ഇംഗ്ലീഷ് വേർഡ് പോലെ അവർ അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അത് ചൂടായി കഴിയുമ്പോൾ നമ്മൾ എണ്ണ പുരട്ടും. അപ്പോൾ എണ്ണ പുരട്ടുക എന്നുള്ളതിന് എന്ത് പറയാം? റബ് സം ഓയിൽ എന്ന് പറയാം. കുറച്ച് എണ്ണ പുരട്ടുക, റബ് സം ഓയിൽ. അല്ലെങ്കിൽ ഗ്രീസ് ചെയ്യാമെന്ന് പറയാം. അപ്പോൾ ചൂടായ ദോശക്കല്ലിൽ എണ്ണ പുരട്ടുക, അതിന് ഗ്രീസ് ദ ഹോട്ട് തവ. ഈ ചൂടായ ദോശക്കല്ലിലേക്ക് നമ്മൾ ഒരു തവി ദോശമാവ് ഒഴിക്കും. അപ്പോൾ ഒരു തവി എന്നുള്ളതിനാണ് എ ലാഡിൽ എന്ന് പറയുന്നത്. ലാഡിൽ എന്ന് വെച്ചാൽ കുഴിയുള്ള സ്പൂണില്ലേ, അതാണ് ലാഡിൽ. അപ്പോൾ അതിന് നമുക്ക് പറയാവുന്നത് പോർ എ ലാഡിൽ ഓഫ് ദോശ ബാറ്റർ. പോർ എ ലാഡിൽ ഓഫ് ദോശ ബാറ്റർ. ഇനി നമ്മളത് പരത്തണം അല്ലേ? അപ്പോൾ എങ്ങനെയാണ് പരത്തുന്നത്? നടുക്കുന്ന് തുടങ്ങി പുറത്തേക്കാണ് നമ്മൾ പരത്തുക.
അതോ എപ്പോഴും നേരിയതായിട്ട് പരത്താനാണ് നമ്മൾ ശ്രദ്ധിക്കാറുള്ളത്? അപ്പോൾ അതെങ്ങനെ പറയാം? സ്പ്രെഡ് ഇറ്റ് ഔട്ട് ആസ് തിൻലി ആസ് പോസിബിൾ. ദോശമാവ് ഏറ്റവും നേരിയതായിട്ട് പരത്താൻ ശ്രദ്ധിക്കുക. സ്പ്രെഡ് ഇറ്റ് ഔട്ട്, പരത്തുക, ആസ് തിൻലി ആസ് പോസിബിൾ. പക്ഷേ ഇനിയും പണി കഴിഞ്ഞിട്ടില്ലല്ലോ. ഇത് ഒരു വശം ഒന്നായി വരുമ്പോഴത്തേക്കും നമ്മളത് തിരിച്ചിടും അല്ലേ? അപ്പോൾ തിരിച്ചിടുക എന്നുള്ളതിന് 2 തരത്തിൽ പറയാം. ഒന്ന് ഫ്ലിപ്പ് എന്ന് പറയാം, അതായത് മറിച്ചിടുക. അല്ലെങ്കിൽ ടേൺ ഇറ്റ് ഓവർ എന്ന് പറയാം. ടു ടേൺ ഓവർ എന്ന് വെച്ചാൽ ഫ്ലിപ്പ് എന്ന് തന്നെയാണ്. അപ്പോൾ നമുക്കിവിടെ പറയേണ്ടത് ഇങ്ങനെയാണ്: ഒരു വശം വെന്ത് കഴിയുമ്പോൾ പതുക്കെ ദോശ മറിച്ചിടുക. വെൻ ഡൺ ഓൺ വൺ സൈഡ് ഫ്ലിപ്പ് ദ ദോശ ജെൻറ്റ്ലി. വെൻ ഡൺ ഓൺ വൺ സൈഡ് എന്ന് വെച്ചാൽ ഒരു വശം വെന്ത് കഴിയുമ്പോൾ ഫ്ലിപ്പ് ദ ദോശ ജെൻറ്റ്ലി, സൂക്ഷിച്ച് പതുക്കെ മറിച്ചിടുക. അപ്പോൾ ചിലപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിൽ കുറച്ച് എണ്ണയോ നെയ്യോ ഒക്കെ തൂവി കൊടുക്കില്ലേ? ഇവിടെ എണ്ണയോ നെയ്യോ ഒക്കെ തൂവുന്നതിന് നമ്മൾ പറയുന്ന വാക്ക് ഡ്രിസിൽ എന്നാണ് കേട്ടോ. മുൻപ് നമ്മൾ ഉപ്പിൻ്റെ കാര്യത്തിൽ സ്പ്രിങ്കിൾ എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ അങ്ങനെയുള്ള പൊടികളൊക്കെ ചെയ്യുന്നതിന് സ്പ്രിങ്കിൾ. ഇവിടെ ചേരുന്ന വാക്ക് ഡ്രിസിൽ എന്നാണ്. അപ്പോൾ നമുക്ക് പറയേണ്ടത് ഈ ദോശയുടെ മേലെ കുറച്ച് നെയ്യ് തൂവി കൊടുക്കുക. അപ്പോൾ എങ്ങനെ പറയും? ഡ്രിസിൽ സം ഗീ ഓവർ ദ ദോശാസ്. ഗീ എന്ന് പറഞ്ഞാൽ നെയ്യ്, ഓവർ ദ ദോശ എന്ന് പറഞ്ഞാൽ ദോശയുടെ മേലെ. ഇഡ്ഡലിയും ദോശയൊക്കെ പോലെ തന്നെ നമ്മൾ പതിവായിട്ട് കഴിക്കുന്ന വേറൊരു പലഹാരമാണ് ചപ്പാത്തി. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കുന്നതായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് വാക്കുകൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ചപ്പാത്തിക്ക് ആദ്യം നമ്മൾ മാവ് കുഴച്ചെടുക്കണം. അപ്പോൾ ഈ മാവിന് നമ്മൾ എന്താണ് പേര് പറയുക? ഇഡ്ഡലിയുടെയും ദോശയുടെയും മാവിന് നമ്മൾ ബാറ്റർ എന്ന് പറഞ്ഞു. പക്ഷെ അത് വ്യത്യാസമുണ്ട്. നമ്മൾ വെള്ളം ചേർത്താണ് അരയ്ക്കുന്നത് അല്ലേ? അപ്പം അങ്ങനെയുള്ള മാവൊക്കെ ബാറ്റർ. പക്ഷെ ചപ്പാത്തിയുടെ മാവ് കട്ടിയായിട്ടിരിക്കുന്നതല്ലേ, അതിന് നമ്മൾ പറയുന്ന പേര് ഡോ എന്നാണ് കേട്ടോ. എൻ്റെ സ്പെല്ലിങ് DOUGH. അപ്പോൾ അവസാനം വരുന്ന 2 അക്ഷരങ്ങൾ GUH ഒക്കെ സൈലൻ്റ് ആണ് ഇവിടെ കേട്ടോ. അപ്പോൾ ഡോ. ഈ മാവ് കുഴയ്ക്കുന്നതിന് പറയുന്ന വാക്ക് നീഡ് എന്നാണ്. അതായത് നമ്മൾ കൈവച്ച് തേച്ച് കുഴയ്ക്കുകയല്ലേ ചെയ്യുന്നത്, അതിന് പറയുന്ന വാക്കാണ് നീഡ്. അവിടെയും സ്പെല്ലിങ് നോക്കൂ, KNEAD ആണ്. പക്ഷെ അവിടെ K സൈലൻ്റ് ആണ്. നമ്മൾ നീഡ് എന്ന് മാത്രം പറഞ്ഞാൽ മതി. അപ്പോൾ ചപ്പാത്തി ഉണ്ടാക്കാൻ ആ മാവൊന്ന് കുഴയ്ക്കൂ. എങ്ങനെ പറയും? Knead the dough for making chapatis. Knead the dough for making chapatis. അപ്പോൾ മാവ് കുഴച്ച് വെച്ചു. ഇനി നമ്മൾ എന്താ ചെയ്യുക? ചപ്പാത്തി പലകയിൽ ഈ മാവ് കുറേശ്ശെ എടുത്ത് വെച്ച് പരത്തും അല്ലേ? പരത്തുന്നത് ചപ്പാത്തി കോലുകൊണ്ടാണ്. അപ്പോൾ അതിന് നമ്മൾ പറയുന്ന വാക്ക് റോളിംഗ് പിൻ എന്നാണ് കേട്ടോ. ആ ചപ്പാത്തി പരത്താൻ ഉപയോഗിക്കുന്ന ആ കോലില്ലേ, അതിന് റോളിംഗ് പിൻ എന്നാണ് പറയുക. എന്നിട്ട് ദോശമാവ് പരത്തുന്നതിന് സ്പ്രെഡ് ഔട്ട് എന്ന് പറഞ്ഞു, കാരണം അത് കുറച്ച് വെള്ളം പോലെയുള്ള സാധനമാണ് അല്ലേ? പക്ഷെ ഇവിടെ നമ്മൾ പരത്തുക എന്നുള്ളതിന് റോൾ ഔട്ട് എന്നാണ് പറയേണ്ടത്. അപ്പോൾ ചപ്പാത്തി കോല് വെച്ച് മാവ് പരത്തിയെടുക്കുക, അതിനെന്ത് പറയും? റോൾ ഔട്ട് ദ ഡോ യൂസിങ് റോളിംഗ് പിൻ. അതുപോലെ നമ്മൾ മിക്കവാറും കറികളിലും താളിച്ച് ഇടാതിരിക്കില്ല അല്ലേ? ചിലപ്പോൾ കറി വയ്ക്കുന്നതിന് മുൻപായിരിക്കാം, അല്ലെങ്കിൽ കറി വെച്ച് അവസാനമായിരിക്കും നമ്മൾ താളിച്ചിടുന്നത് അല്ലേ? അപ്പോൾ അത് സൗത്ത് ഇന്ത്യൻ കുക്കിങ്ങിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണത്, ഈ താളിച്ചിടൽ. അപ്പോൾ അതിന് നമ്മൾ എന്താണ് വാക്ക് പറയുക? അവസാനം താളിക്കുന്നതിന് ടെമ്പർ ചെയ്യുക എന്നാണ് പറയുക. അപ്പോൾ അതെങ്ങനെ പറയാം? വി ഷുഡ് ടെമ്പർ സം കറീസ്. ചില കറികളൊക്കെ നമ്മൾ താളിച്ചിടണം. അപ്പോൾ ടെമ്പർ ചെയ്യുന്നതിന്, താളിക്കുന്നതിന് നമ്മൾ സാധാരണ ചെയ്യുന്നത് എന്താ? പാനിൽ എണ്ണ ഒഴിച്ച് അത് ചൂടാവുമ്പോൾ മിക്കവാറും തന്നെ നമ്മൾ ആദ്യം തുടങ്ങുന്നത് കടുക് പൊട്ടിച്ചിട്ടാണല്ലേ? അപ്പോൾ ഈ കടുക് പൊട്ടിക്കുക എന്നുള്ളതിന് എന്താ പറയുക? കടുകിന് എന്താ പറയുക? മസ്റ്റർഡ് സീഡ്സ് എന്നാണ് കേട്ടോ. കടുക് പരിപ്പ്, മസ്റ്റർഡ് സീഡ്സ്. അപ്പോൾ ഈ കടുക് നമ്മൾ പൊട്ടിക്കണം, അതിന് പറയുന്ന വാക്കാണ് സ്പ്ലട്ടർ. സ്പ്ലട്ടർ മസ്റ്റർഡ് സീഡ്സ് ഇൻ ഹോട്ട് ഓയിൽ. ചൂടായ എണ്ണയിൽ കടുകിട്ട് പൊട്ടിക്കുക. അത് കഴിഞ്ഞ് ചിലപ്പോൾ നമ്മൾ മറ്റ് സ്പൈസസ്, അതായത് മുളകോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ അതിൽ ചേർത്തേക്കാം അല്ലേ? അപ്പോൾ ഇതെല്ലാം പിന്നീട് ചേർക്കുക എന്നുള്ളതിന് നമുക്ക് പറയാവുന്ന വാക്ക് പുട്ടെന്നല്ല, ആഡ് എന്നാണ്. ചേർക്കുകയല്ലേ നമ്മൾ ഓരോന്നായിട്ട്. അപ്പോൾ നമുക്ക് പറയാം ആഡ് ദി അതർ സ്പൈസസ് ടു. ഇപ്പോൾ മുളകോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചേർക്കുന്നുണ്ടെങ്കിൽ അതുകൂടി ചേർക്കുക. ആഡ് ദി അതർ സ്പൈസസ് ടു. എന്നിട്ട് ഈ താളിച്ചെടുത്തത് നമ്മൾ എന്ത് ചെയ്യും? കറിയുടെ മേലേക്ക് ഒഴിക്കും അല്ലേ? അപ്പോൾ പറയാം ആൻഡ് പോർ ഇറ്റ് ഓവർ ദ കറി. അപ്പോൾ നമുക്ക് ഇന്നത്തെ സീൻ ഇവിടെ അവസാനിപ്പിക്കാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, അഭിപ്രായങ്ങൾ അറിയിക്കണം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.